പ്രസ് ഫോറം മുൻ അംഗവും മികച്ച പരിസ്ഥിതി റിപ്പോർട്ടർക്കുള്ള അച്യുത വാര്യർ അവാർഡ് നേടിയ മാതൃഭൂമി ന്യൂസ് അസിസ്റ്റന്റ് എഡിറ്റർ ഇ.വി. ഉണ്ണികൃഷ്ണനും മീഡിയ അക്കാദമി ഫെലോഷിപ്പ് നേടിയ മുൻ പ്രസ് ഫോറം പ്രസിഡന്റും വീക്ഷണം സീനിയർ ഡെപ്യൂട്ടി എഡിറ്ററുമായ സജിത് കുമാറിനും കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിൽ സ്വീകരണം ഒരുക്കി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് പ്രസ് ഫോറം മുൻ അംഗവും മികച്ച പരിസ്ഥിതി റിപ്പോർട്ടർക്കുള്ള അച്യുത വാര്യർ അവാർഡ് നേടിയ മാതൃഭൂമി ന്യൂസ് അസിസ്റ്റന്റ് എഡിറ്റർ ഇ.വി. ഉണ്ണികൃഷ്ണനും മീഡിയ അക്കാദമി ഫെലോഷിപ്പ് നേടിയ മുൻ പ്രസ് ഫോറം പ്രസിഡന്റും വീക്ഷണം സീനിയർ ഡെപ്യൂട്ടി എഡിറ്ററുമായ സജിത് കുമാറിനും നൽകിയ സ്വീകരണ പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. ജോലി ചെയ്യുന്നവർ ആ മേഖലയിലെ പ്രാഗൽഭ്യം തെളിയിച്ച വ്യക്തികളെ ആദരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മഹനീയമായ ചടങ്ങാണ്. ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെ സന്തോഷിക്കുകയാണ്. ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതിനു ശേഷം കാസർഗോഡ് പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞൊരു ചടങ്ങ് അഹമ്മദ് മാഷ് ഒരു അവാർഡ് കൊടുക്കുന്നതിന് വേണ്ടിയാണ്. അഹമ്മദ് മാഷ് അവാർഡ് കൊടുക്കുന്നതിന് വേണ്ടി പങ്കെടുക്കാൻ കഴിയുക എന്നുള്ളത് തന്നെ തീർച്ചയായും എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ധന്യമായ മുഹൂർത്തമായി ഞാൻ കണ്ടതാണ്. കാരണം ഞാനൊരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനായി കാസർഗോഡ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ നിരവധി ഘട്ടങ്ങളിൽ അഹമ്മദ് മാഷുമായി വലിയൊരു ആത്മബന്ധം എനിക്ക് സ്ഥാപിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. മാധ്യമ പ്രവർത്തകൻ എന്നുള്ളതിൽ ഉപരിയായി ഏതോ നിലയിലേക്കുള്ളൊരു വൈകാരികമായ അടുപ്പം അഹമ്മദ് മാഷുമായി ബന്ധപ്പെട്ട് എനിക്ക് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന ചില ആളുകൾക്കറിയാം, കഴിഞ്ഞൊരു 10-25 വർഷക്കാലമായി ഞാൻ മാധ്യമ പ്രവർത്തകരുമായി വലിയ നിലയിൽ അടുപ്പമുള്ളവരാണ്. പ്രസ് ഫോറം പ്രസിഡന്റ് ഫസലുർ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ബാബു കോട്ടപ്പാറ സ്വാഗതം പറഞ്ഞു. ഇ.വി. ഉണ്ണികൃഷ്ണൻ, സജിത് കുമാർ എന്നിവർ മറുപടി പ്രസംഗം നടത്തി. ഞങ്ങൾ 10-18 പേര് വന്നു. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന പോലെ തന്നെ ചാനലുകളിൽ നിന്ന് ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന സമയമാണ്. അപ്പോൾ ഞങ്ങളുടെ സീനിയേഴ്സൊക്കെ ഡെസ്ക് ചീഫാണ് ഇതൊക്കെ നിയന്ത്രിക്കാൻ. അപ്പോൾ ഡെസ്ക് ചീഫ് ഉൾപ്പെടെ മറ്റ് സ്ഥാപനങ്ങളിലേക്ക് പോയി. ഇപ്പോൾ നമ്മൾ ട്രെയിനികൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നികേഷ് സാർ എന്ന എക്സിക്യൂട്ടീവ് എഡിറ്ററാണ്. അപ്പോൾ അദ്ദേഹം കുറച്ച് നാൾ കഴിഞ്ഞു നമ്മൾ ജോയിൻ ചെയ്തിട്ട്. അദ്ദേഹം ഇങ്ങനെ നോക്കിയിട്ട് 10-18 പേരിൽ നിന്ന് പിന്നെ എന്നെ വിളിച്ചിട്ട് അദ്ദേഹം ഷോ ചെയ്യാൻ പോവാണ് ന്യൂസ് നൈറ്റ്. അപ്പോൾ ഡെസ്ക് നോക്കണം എന്ന് പറഞ്ഞിട്ട് ഏൽപ്പിച്ചിട്ട് പോയി. അപ്പോൾ അതിൻ്റെ ഒരു ബാക്കിയാണ് ഒരേ കാര്യം തന്നെയാണ്. ജന്മദിവസത്തിലൂടെ കടന്നു വന്നു. മിക്കവാറും എല്ലാവരും കാഞ്ഞങ്ങാട് നിന്ന് ഉയർന്നതും ജന്മദിവസത്തിലൂടെയാണ്. കാരണം ഒന്നാമത്തെ അപ്പോയിൻമെന്റ് ഓർഡർ ഒരു പോസ്റ്റ് കാർഡായിരുന്നു വീട്ടിലേക്ക്. ഒരു ജന്മദിവസത്തിൽ പത്രപ്രവർത്തകരെ ആവശ്യമുണ്ട്. ഞാനിങ്ങനെ എത്തിപ്പെട്ടതാണ്. നമ്മുടെ ജേർണലിസം പഠിച്ചിട്ടോ ഒന്നുമല്ല. ഒരു ആവേശം B.C. ബാബുവിനെല്ലാം കണ്ട് വെള്ളിക്കോത്ത് വളരുമ്പോൾ പത്രപ്രവർത്തനം ഒരു സംഭവം. പിന്നെ പത്രപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഭയങ്കര ജാതിയാണിത്. ഗംഗേട്ടനെ കാണുമ്പോഴും മനസ്സിലായി. കാരണം അന്ന് ലേറ്റസ്റ്റിലായിരുന്നു ഗംഗേട്ടൻ. മുഖത്ത് നോക്കില്ല. നമ്മൾ വാർത്ത ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഓരോ പ്രസ്താവന കൊടുക്കാൻ പോകും. B.C. ബാബു പറയും ബാബു പുറത്തായിരിക്കും അവിടെ. അപ്പൊ ഇവിടെയാണ് ലേറ്റസ്റ്റിന്റെ ഓഫീസ്. നമ്മുടെ ഷാലിമാർ ഹോട്ടലിന്റെ താഴേക്ക് ഇറങ്ങണം. മാനുവൽ കുറിച്ചിത്താനം, T.K. നാരായണൻ, N. ഗംഗാധരൻ, T. മുഹമ്മദ് അസ്ലം, P. പ്രവീൺ കുമാർ, ജോയ് മാരൂർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.